principal to inaugurate the session. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദേവമാതാ കോളേജിന്റെ വന്ദനം. ഈ ഇന്റർനാഷണൽ വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും നമ്മുടെ ചിന്തകളെ ധന്യമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഉള്ള യുണൈറ്റഡ് നേഷൻസ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ടുള്ള ആരാധ്യനായ ഡോക്ടർ മുരളി കുമാരകുടി അവർ, ഈ വെബിനാറിന്റെ സംഘാടകരായിട്ടുള്ള ഈ കോളേജിലെ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിയിലെ HOD അധ്യാപകർ, വിദ്യാർത്ഥികൾ, കോളേജിലെ IQAC ടീമിലെ മെമ്പേഴ്സായ അധ്യാപകര്, വിദ്യാർത്ഥികൾ, മറ്റ് സഹപ്രവർത്തകരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഈ വെബിനാറിലേക്ക് കടന്നു വന്നിരിക്കുന്ന 1600ഓളം വരുന്ന ബഹുമാന്യരായ പങ്കാളികളെ, ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം, അത് ഏറ്റവും പ്രഗത്ഭനായ ആളുടെ മുഖത്തുനിന്ന് തന്നെ കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഇപ്പോൾ ഈ വെബിനാറിൽ കൂടി സംജാതമായിരിക്കുകയാണ്. COVID-19 മഹാമാരിയും ആവർത്തിച്ചു വരുന്ന പ്രളയ ദുരന്തങ്ങളും കേരളത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം അതിൻ്റെ ഒരു ഭീതിയിൽ കഴിഞ്ഞു വരുന്ന സമയമാണ്. ഇങ്ങനെയുള്ള ഈ സമയത്ത് നമ്മളുടെ ചിന്തകളെ പുതിയ മാനങ്ങളിലേക്ക് നയിക്കുവാനും ഇതിനെക്കുറിച്ചുള്ള ആഴത്തുള്ള അവബോധം ഉണ്ടാകുവാനും ഒക്കെയുള്ള ഒരു ശ്രമം ഈ വെബിനാറിൽ കൂടി നമ്മൾ നടത്തുകയാണ്. നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ അഭിമാനിക്കുകയും ഒരു പരിധിവരെ മതിമറക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മാനവ സംസ്കാരത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ പല മിഥ്യാബോധങ്ങളെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ പോലും സാധിക്കാത്ത ഈ സൂക്ഷ്മാണു തകർത്തു കളഞ്ഞു. ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് പറയപ്പെടുകയാണെങ്കിൽ നമ്മളാരും വിശ്വസിക്കാൻ സാധിക്കാത്ത, വിശ്വസിക്കാൻ ഒട്ടുമേ മനസ്സ് കാണിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നമ്മുടെ ജീവിതചര്യയായിട്ട് അനുഷ്ഠിക്കുന്നത്. സാമൂഹിക അകലം പാലിക്കുക, സാമൂഹിക അകലം സോഷ്യൽ വാക്സിനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നു. മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മൾ ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു. സാനിറ്റൈസേഷൻ നടത്തുന്നു. കടകമ്പോളങ്ങളും പ്രദേശങ്ങളും രാജ്യങ്ങൾ തന്നെയും അടച്ചിട്ടുകൊണ്ടുള്ള ലോക്ക്ഡൗൺ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തെ ലോകരാഷ്ട്രങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശക്തമായിട്ട് തന്നെ കൊച്ചു സംസ്ഥാനമായ കേരളവും പ്രതിരോധിച്ചു വരുന്നതിനിടയിലാണ് വർഷങ്ങളായി 2 വർഷം മുമ്പും ആവർത്തിച്ച പ്രളയഭീതിയും നമ്മെ ഗ്രസിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അത് കവളപ്പാറയായിരുന്നെങ്കിൽ ഈ വർഷം മൂന്നാറിലെ പെട്ടിമുടിയും കരിപ്പൂരിലെ വിമാനത്താവളവും ഒക്കെ അതിന് വേദികളാവുകയാണ്. നമുക്ക് ഒട്ടൊന്നുമല്ല നമ്മളുടെ ആശങ്ക. എന്നാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങളുടെ മധ്യേ നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് തന്നെ അറിയാവുന്നതുപോലെ മനുഷ്യരുടെ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ പ്രകൃതിയുടെ താളത്തെ തെറ്റിക്കുന്നതാണ് ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോ അമിതമായ പ്രകൃതിയുടെ താളത്തെ തെറ്റിക്കുന്ന ചൂഷണവും ഉപഭോഗവും മനുഷ്യന്റെ ജീവിതചര്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ അമിതമായ അലക്ഷ്യമായ ഉപയോഗം, മഴയും ജലവും ഒരു അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തെ സയന്റിഫിക്കായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ വാട്ടർ മാനേജ്മെന്റിന്റെ അഭാവം, ഇതെല്ലാം നമ്മളെ ഇങ്ങനെയുള്ള ദുരന്തമുഖങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദുരന്തമുഖങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പകച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച്
എന്ത് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇവയെ കീഴടക്കാൻ സാധിക്കും, ശരിയായ വഴി ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾക്കാഴ്ച നൽകുവാനായിട്ട് ഒരു ചെറിയ ഉദ്യമം നമ്മൾ നടത്തിയപ്പോൾ അതില് തൻ്റെ വലിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനായിട്ട് സമ്മതിച്ചുകൊണ്ട് ഈ വെബിനാറിൽ കടന്നു വന്നിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് വിങ്ങിന്റെ ഭാഗമായി അതിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ലോകത്തിലെ ഇതുവരെ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള ഒട്ടുമുക്കാലും വലിയ ദുരന്ത മേഖലയിലെല്ലാം, ഭൂകമ്പങ്ങളായിക്കൊള്ളട്ടെ, സുനാമി ആയിക്കൊള്ളട്ടെ, ജലപ്രളയം ആയിക്കോട്ടെ, അവിടെ എല്ലാം യുണൈറ്റഡ് നേഷൻസിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രൈസിസ് മാനേജ്മെന്റ് രംഗത്ത് സുദീർഘമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ എല്ലാം അഭിമാനമായ മുരളി തുമ്മാരുകുടി അവറുകളെ നമുക്ക് കേൾക്കുവാൻ ഈ അവസരം ലഭിച്ചിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. സാറ് ഇതിനെ സംബന്ധിച്ചതിൽ ദേവമാതായ്ക്കുള്ള നന്ദി, ആദരവ്, കടപ്പാട് ഞാൻ രേഖപ്പെടുത്താൻ ഈ നിമിഷം വിനിയോഗിക്കുന്നു. അതുപോലെ ഈ വിഷയത്തിലുള്ള നമ്മളുടെ താല്പര്യം കാണിച്ചുകൊണ്ട് ഏതാണ്ട് 1600ഓളം ആളുകൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല ഒരു ഉൾക്കാഴ്ചയുള്ള ആശയങ്ങളും പ്രാവർത്തിക മാർഗങ്ങളും ചർച്ചകളും ഇത് വേദിയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരായിട്ട് പ്രവർത്തിച്ച എൻ്റെ കോളേജിലെ സഹപ്രവർത്തകരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു വെബിനാർ ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ദേവമാതയുടെ വന്ദനം. Thank you, sir, for your words. Now I welcome Dr. Murali Tummaripudi, the resource person of today's webinar. As we all know, he is the Chief of Disaster Risk Reduction in UN Environmental Program. He holds a PhD in Environmental Engineering from Indian Institute of Technology, Kanpur. Dr. Murali Tummaripudi is currently the Operations Manager of Crisis Management Branch at United Nations Environment Program, based in Geneva, Switzerland. So once again, I welcome you for the presentation, and over to you, sir. Thank you. Good evening, my friends around the world. I want to thank Dr. Joseph K. Joseph for the kind words, also setting the scene for the session. ഈ വെബിനാറിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ അനുമോദനങ്ങളും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കടന്നുപോയ ചെറിയ പ്രളയത്തിൻ്റെ സാഹചര്യത്തിൽ കോവിഡും പ്രളയവും മറ്റു ദുരന്തങ്ങളും എന്നുള്ള വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ 21ാം നൂറ്റാണ്ടിലെ ഏതാണ്ട് എല്ലാ യുദ്ധ ദുരന്ത മുഖങ്ങളിലും ജോലി ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ആസ് വി സ്പീക്ക് ഇപ്പോൾ 3 സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ദുരന്തങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ കോവിഡ്, അത് 21 രാജ്യങ്ങളിൽ ഞങ്ങളുടെ വകുപ്പ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ബെയ്റൂട്ടിൽ ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടായി 100-ലധികം പേർ മരിക്കുകയും 5 ലക്ഷത്തോളം ആളുകൾ
കേൾക്കാൻ പറ്റുമെന്ന് ഒന്നും കൂടി കൺഫേം ചെയ്താൽ നന്നായിരിക്കും. എന്തുകൊണ്ടോ ഇന്റർനെറ്റ് ഒരു പ്രാവശ്യം ട്രിപ്പായി പോയി. കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ബെയ്റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യാണ്. അതേസമയം തന്നെ മൗറീഷ്യസിൽ ഒരു ഷിപ്പ് ഒരു കോറൽ റീഫിൽ പോയി ഇടിച്ചു നിന്ന് അതിൽ നിന്ന് എണ്ണ ലീക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ 3 സൈമൾട്ടേനിയസ് എമർജൻസീസ് ലോകം ഇപ്പോൾ കൈകാര്യം ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളത്തിലാണെങ്കിലും ഈ ഓഗസ്റ്റ് മാസം ഏതാണ്ട് ദുരന്തങ്ങളുടെ ഒരു മാസമായിരുന്നു. കോവിഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു. അതിന് മുകളിൽ പെട്ടിമുടിയിലെ ദുരന്തമുണ്ടാകുന്നു. ചെറുതായിട്ട് വെള്ളക്കെട്ടുകളും ചെറിയ ഫ്ലഡുകളും ഉണ്ടാകുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ വിമാന അപകടം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കൂടുതൽ ആളുകളും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം താല്പര്യമുള്ള ചില കാര്യങ്ങൾ പറയാം. ഉദാഹരണത്തിന്, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓരോ കോളേജിലും അവർ എന്താണ് ചെയ്യേണ്ടത്, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയായി തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ, അങ്ങനെയാണെങ്കിൽ എന്താണ് അവർ പഠിക്കേണ്ടത്, ഈ ചെറിയ കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അത് ആ സൈഡിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയുകയും ചെയ്യാം. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഞാൻ അടിസ്ഥാനപരമായ ചില വാക്കുകൾ, അതിന്റെ ഡെഫിനിഷൻ പറയാം. കാരണം മലയാളത്തിൽ എല്ലാ ക്രൈസിസ് എന്നാണെങ്കിലും എമർജൻസി എന്നാണെങ്കിലും ഡിസാസ്റ്റർ എന്നാണെങ്കിലും എല്ലാത്തിനും കൂടി ഒരുമിച്ച് ചില വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഒരു സിറ്റുവേഷൻ ഒരു ക്രൈസിസ് ആണോ, ഒരു എമർജൻസി ആണോ, ഡിസാസ്റ്റർ ആണോ എന്നുള്ളത് മലയാളത്തിൽ അത്ര കൃത്യമായിട്ട് നിർവചനം ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സേഫ്റ്റി എന്നും സെക്യൂരിറ്റി എന്നും 2 വാക്കുകളുണ്ട്. ഇതും വളരെ കൃത്യമായി മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ നിർവചിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ സേഫ്റ്റിക്കാണെങ്കിലും സെക്യൂരിറ്റിക്കാണെങ്കിലും സുരക്ഷ എന്നുള്ള വാക്കാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ ഈ 2 വാക്കുകൾ ഒന്നല്ല. സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്നു, പക്ഷെ അതിൽ മനഃപൂർവമായി ആരും ഒന്നും ചെയ്യുന്നില്ല. ഉദാഹരണത്തിന്, നമ്മളുടെ ട്രെയിൻ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ട്രെയിനിലെ ഡോർ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ളൊരു ഡോറാണ്. അത് പലപ്പോഴും തുറന്ന് കിടക്കുകയാണ്. ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്തും ഡോർ തുറന്നിരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ആ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ട്രെയിനിന്റെ ഡോർ അടഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മാത്രമേ ട്രെയിൻ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ട്രെയിനിന്റെ വാഷ് ബേസിനിൽ മുഖം കഴുകാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ ജർക്ക് ചെയ്യുകയോ ആ സമയത്ത് ഡോർ തുറന്നു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ താഴെ വീണ ആളുകൾ മരിക്കാറുണ്ട്. അനവധി ആളുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ അങ്ങനെ മരിക്കാറുണ്ട്. ട്രെയിനിന്റെ പടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോർ തുറന്ന് അതിന്റെ സ്റ്റെപ്പിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് അടിച്ച ആളുകൾ പുറത്ത് വീണ് ആളുകൾ മരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു അപകടം ഉണ്ടാകുന്നു, ഒരു മരണം ഉണ്ടാകുന്നു, പക്ഷേ ആരും മനഃപൂർവ്വമായി ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഒരു സേഫ്റ്റി സിറ്റുവേഷൻ. വേറൊരു സാഹചര്യം എടുക്കാം. ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വാഷ് ബേസിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഡെലിബറേറ്റ് ആയിട്ട് അവരുടെ പേഴ്സ് സ്നാച്ച് ചെയ്യാനായിട്ടാണോ മറ്റു കാരണങ്ങളാണോ ഏതെങ്കിലും ഒരു അക്രമി അവരെ ഉപദ്രവിക്കുന്നു, ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു, അവർ താഴെ വീഴുന്നു, മരിക്കുന്നു. ഓരോ വർഷവും ഉണ്ടാകുന്ന കാര്യമാണ്. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്ക് സംഭവിക്കുന്ന അപകടം അല്ലെങ്കിൽ പരിക്ക് എന്ന് പറയുന്നത് 2ലും ഒന്ന് തന്നെയാണ്. പക്ഷെ അതൊരു സെക്യൂരിറ്റി ഇൻസിഡന്റ് ആണ്. കാരണം ഒരു മനഃപൂർവ്വമായി ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് സെക്യൂരിറ്റി ഇൻസിഡന്റ്. നമ്മൾ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ സേഫ്റ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്, സെക്യൂരിറ്റിയെ പറ്റിയല്ല. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ആ എത്ര ആളുകൾ മരിച്ചു അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു
എന്നുള്ളത് അനുസരിച്ചല്ല ഒരു ദുരന്തം എന്താണ് എന്ന് നമ്മൾ നിർവചിക്കുന്നത്. ഒരു ദുരന്തത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം, അതാണ് ഒരു ദുരന്തം. ഒരു വില്ലേജിൽ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാകുകയും അതിൽ 10 പേർ ഒരുമിച്ച് അപകടത്തിൽ പെടുകയും ചെയ്താൽ അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അവിടെ അതൊരു ദുരന്തമാണ്. പക്ഷെ ഒരു ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേര് അപകടത്തിൽപ്പെട്ട 10 പേരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല. അപ്പോൾ അവിടെ അതൊരു ദുരന്തമല്ല. ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് നമ്മൾ ധാരാളം അപകടങ്ങൾ കാണുന്നുണ്ട്. ഒരു വർഷം ഇന്ത്യയിൽ 1,60,000 ആളുകളാണ് റോഡ് അപകടത്തിൽ മരിക്കുന്നത്. നമ്മൾ അതിനൊരു ദുരന്തമായി കണക്ക് കൂട്ടുന്നില്ല. കാരണം അത് പല സ്ഥലങ്ങളിൽ പല സമയത്തും ഉണ്ടാകുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അത് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം ഇതുപോലെ വലിയൊരു റോഡ് അപകടം മാൽദീവ്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അത് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് അതൊരു ദുരന്തമായി മാറിയെന്ന് വരാം. ഇത്തരത്തിൽ ആ ചുറ്റുമുള്ള സംവിധാനത്തിന് അത് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദുരന്തത്തെ നിർവചിക്കുന്നത്, അല്ലാതെ മരിച്ച ആളുകളുടെ എണ്ണമല്ല. ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ദുരന്ത സാഹചര്യമാണ്. പക്ഷെ ഒരു ടൈം എലമെന്റ് ഉണ്ട്. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ സാഹചര്യം കൂടുതൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് അതിനെ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല ഡെഫിനിഷൻ ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കെല്ലാം തോന്നിയിട്ടുള്ളൊരു സംശയം പറയും. അടുത്ത ഇടയ്ക്കായി ദുരന്തങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടോ? നമ്മൾക്ക് പലപ്പോഴും സംശയം വരും. ഒരു 2 വർഷം മുമ്പ് വരെ കേരളം ദുരന്തത്തെ പറ്റി കേൾക്കാറ് തന്നെയില്ല. ദുരന്തം എന്ന് പറയുന്നത് മറ്റെവിടെയോ സംഭവിക്കുന്ന ഒന്നാണ്. വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ആസാമിൽ സംഭവിക്കുന്ന ഒന്നാണ്. സൈക്ലോൺ എന്ന് പറയുന്നത് ആന്ധ്രയിൽ സംഭവിക്കുന്ന ഒന്നാണ് എന്ന തരത്തിലായിരുന്നു. വിമാനാപകടം മറ്റു സ്ഥലങ്ങളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് സംഭവിക്കുന്നതല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഒന്നാണ് ദുരന്തങ്ങൾ എന്നുള്ള തരത്തിലാണ് മലയാളികൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ 2017 ഡിസംബറിൽ ഓഖി മുതൽ ഏതാണ്ട് നോൺ സ്റ്റോപ്പായി ദുരന്തങ്ങൾ നമ്മളുടെ നേരെ വരികയാണ്. അതുകൊണ്ട് നമ്മൾക്ക് തോന്നുന്നു ഇപ്പോൾ ദുരന്തങ്ങൾ കൂടുതലുണ്ടോ? ഇതിന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഉത്തരമില്ല. ലോകത്തെവിടെയും നടക്കുന്ന ദുരന്തങ്ങൾ വളരെ വേഗത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും നമ്മൾ ഇപ്പോൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് കൂടുതൽ ദുരന്തങ്ങൾ നടക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പണ്ട് ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സമ്പാദ്യവും ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ അതേ തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പ്രളയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2015 ചെന്നൈയിൽ ഒരു പ്രളയം ഉണ്ടായി. അനവധി ആളുകൾ മരിച്ചു, ശതകോടികളുടെ നഷ്ടമുണ്ടായി. ഇതേ പ്രളയം 100 വർഷം മുമ്പ് ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അന്നുണ്ടായതിന്റെ അനവധി ഇരട്ടി നഷ്ടമാണ് 2015 ഉണ്ടായത്. കാരണം 1915 ചെന്നൈയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, ആ ആളുകൾക്ക് എത്ര സമ്പത്തുണ്ടായിരുന്നു, അതിലും വളരെ ഇരട്ടിയാണ് 2015 സ്ഥിതി. അപ്പോൾ ഒരേ നിലയിൽ തന്നെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ ബാധിക്കും, കൂടുതൽ സമ്പാദ്യങ്ങളെ ബാധിക്കും. അപ്പോൾ അത് കൂടുതൽ വലിയൊരു ദുരന്തമായി മാറും. കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ 1923 വെള്ളപ്പൊക്കത്തിൽ, 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വെള്ളപ്പൊക്കത്തിൽ കേരളത്തിലുള്ള 10% കാറുകൾ വെള്ളത്തിൽ പോയി എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ പ്രോബബിളി 5 കാറുകൾ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഒരുപക്ഷെ അത്ര പോലും ഉണ്ടായി കാണില്ല. പക്ഷെ 2018 കേരളത്തിലുള്ള 10% കാറുകൾ വെള്ളത്തിൽ പോയി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലക്ഷക്കണക്കിന് കാറുകൾ വെള്ളത്തിനടിയിലായി എന്നായിരിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടും കൂടുതൽ സമ്പത്തുള്ളത് കൊണ്ടും ദുരന്തങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഇതിന്റെ മുകളിലാണ് കാലാവസ്ഥാ വ്യതിയാനം വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പുതിയതായി നമുക്കറിയാത്ത ഒരു ദുരന്തം ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാവുന്ന ദുരന്തങ്ങളെ വലുതാക്കുകയാണ്. ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെയാണ് കാലാവസ്ഥാ വ്യതിയാനം. ചുഴലിക്കാറ്റ് ലോകത്തിന് അറിയാത്ത ദുരന്തമല്ല, വരൾച്ച ലോകത്തിന് അറിയാത്ത ദുരന്തമല്ല, വെള്ളപ്പൊക്കം ലോകത്തിന് അറിയാത്ത ദുരന്തമല്ല.
ഫോറസ്റ്റ് ഫയർ ലോകത്തിന് അറിയാത്ത ദുരന്തമല്ല. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം ഇതിനെല്ലാം വലുതാക്കുന്നു. ഇതാണ് പ്രധാനമായ കാര്യം. കൂടുതൽ ശക്തമായ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു, കൂടുതൽ സാന്ദ്രതയിൽ മഴ പെയ്യുന്നു, കൂടുതൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ദുരന്തങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. ലോകം കണ്ടിട്ടില്ലാത്തല്ല, നമ്മൾ കണ്ടിട്ടില്ലാത്ത. ഉദാഹരണത്തിന് ചുഴലിക്കാറ്റ്. കേരളം സാധാരണഗതിയിൽ കാണാത്ത ഒന്നാണ് ചുഴലിക്കാറ്റ്. പക്ഷെ ഓഖി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് അതിശയമായി തോന്നി. യൂറോപ്പിലെ അനവധി നഗരങ്ങളിൽ കാട്ടുതീ എന്ന് പറയുന്നത് കാട്ടിലുണ്ടാവുന്ന ഒന്നായിരുന്നു. പക്ഷെ യൂറോപ്പിലെ നഗരങ്ങൾ കൂടുതൽ പച്ചപ്പ് വന്നതോടെ നഗരങ്ങളുടെ അടുത്തേക്ക് വൈൽഡ് ഫയർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വേറൊരു പ്രത്യേകതമാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുന്നു, എണ്ണവും കൂട്ടുന്നു. അപ്പൊ ഇങ്ങനെ 3 കാരണവശാൽ നമുക്ക് കൂടുതൽ ദുരന്തങ്ങളുള്ളതായി തോന്നും, ദുരന്തങ്ങൾ ഉണ്ടാവുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിലെ ദുരന്തങ്ങളെ നോക്കിക്കാണാം. 2017 ഓഖി ആണ് ആദ്യമായിട്ട് ഈ സീരീസിൽ നമുക്കുണ്ടായ ദുരന്തം. വാസ്തവത്തിൽ കേരളത്തിലേക്ക് വന്ന ഒരു ചുഴലിക്കാറ്റായിരുന്നില്ല, കേരളത്തിന്റെ തീരത്തുകൂടെ പോയൊരു ചുഴലിക്കാറ്റാണ്. അതുകൊണ്ടാണ് കടലിലാണ് നമുക്ക് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്, കരയിലല്ല ഉണ്ടായത്. പക്ഷേ അതൊരു വലിയ നാശനഷ്ടമായ കാരണം നമ്മൾ അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ദുരന്തം, ഒരു സാഹചര്യത്തെ ദുരന്തമാക്കുന്നത് അതിന് എന്തുമാത്രം നമ്മൾ തയ്യാറെടുത്തിരുന്നു എന്നുള്ളതാണ്. അത് കോവിഡിന്റെ സാഹചര്യത്തിൽ ഞാനത് പറയാം, എങ്ങനെയാണ് കോവിഡ് നമുക്ക് വലിയ ദുരന്തമാകാതിരുന്നത് തുടക്കകാലത്തെങ്കിലും. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഉടൻ തന്നെ സാർ ജോയിൻ ചെയ്യും. Once again, I should start by apologizing. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒരു 10-15 മിനിറ്റ് കൂടുമ്പോൾ എന്നെ സിസ്റ്റത്തിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു ദുരന്ത നിവാരണമായി അതിനെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2017 ഓഖി നമുക്ക് പരിചയമില്ലാത്തൊരു ദുരന്തമായിരുന്നു. 2018 വരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, നമ്മുടെ തലമുറ കണ്ടിട്ടില്ലാത്ത, ഈ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു വെള്ളപ്പൊക്കമാണ് ഉണ്ടാകുന്നത്. 50 ലക്ഷത്തോളം ആളുകൾ അത് ബാധിച്ചു. 19 ലക്ഷം വീടുകളെ നേരിട്ട് ബാധിച്ചു. ആളുകൾക്ക് 13 ലക്ഷം ആളുകളാണ് വീട് വിട്ട് പോകേണ്ടിരുന്നത്. അങ്ങനെ വലിയ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ദുരന്ത സാഹചര്യമാണ് ഉണ്ടായത്. 2019 ആണ് കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ വരുന്നത്. അപ്പോൾ ഈ
സാഹചര്യത്തിലെല്ലാം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് മനുഷ്യനിർമ്മിതമാണോ? ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നോ? 2018 പ്രളയത്തിന്റെ കാലത്ത് വലിയ ചർച്ചകളായിരുന്നു. ഡാമുകൾ തുറന്നു വിട്ടത് കൊണ്ടാണോ വെള്ളപ്പൊക്കം ഉണ്ടായത്? അത് രാഷ്ട്രീയമായി പിന്നെ അങ്ങ് വളർന്നു. ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഈ ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടനയും ഐക്യരാഷ്ട്ര സഭയിലെ ദുരന്ത ലഘൂകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും വിശ്വസിക്കുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തം എന്നൊന്ന് ഇല്ല എന്നാണ്. പ്രകൃതി അല്ല ദുരന്തം ഉണ്ടാക്കുന്നത്. പ്രകൃതിയിലുള്ളത് പ്രതിഭാസങ്ങളാണ്. മഴ ഒരു പ്രതിഭാസമാണ്, ഭൂമികുലുക്കം ഒരു പ്രതിഭാസമാണ്, മഞ്ഞുവീഴ്ച ഒരു പ്രതിഭാസമാണ്. അതിനെ ഒരു ദുരന്തമാക്കി മാറ്റുന്നത് മനുഷ്യൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അറിയാതെ ഓരോന്ന് ചെയ്യുന്നതാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾ അറിഞ്ഞ് മനുഷ്യൻ വ്യക്തിപരമായും സാമൂഹികമായും അവരുടെ ജീവിതം പ്ലാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്തം ഉണ്ടാകില്ല. പ്രകൃതി പ്രതിഭാസങ്ങൾ നമുക്ക് തടയാൻ പറ്റില്ല. കേരളത്തിൽ മഴ പെയ്യുന്നതിനെ നമുക്ക് തടയാൻ പറ്റുന്നതല്ല. കേരളത്തിന്റെ തീരത്ത് സുനാമി വരുന്നതിനെ നമുക്ക് തടയാൻ പറ്റുന്നതല്ല. കേരളത്തിന്റെ തീരത്തൂടെ കൊടുങ്കാറ്റടിക്കുന്നതിനെ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ അത് ഒരു ദുരന്തമായി മാറുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും പലതും ചെയ്യാനായിട്ട് സാധിക്കും. പ്രളയത്തിന്റെ കാര്യം എടുക്കാം. 2018 പ്രളയം ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. 2013 മുതൽ ഈ വിഷയത്തിൽ തുടർച്ചയായി ഞാൻ എഴുതിക്കൊണ്ടിരുന്നതാണ്. കേരളത്തിൽ വലിയൊരു പ്രളയം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രളയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഈ ഭാഗങ്ങളാണ്, ഇന്ന ഭാഗങ്ങളാണ് വെള്ളത്തിനടിയിലാകാൻ പോകുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെള്ളം കയറും എന്ന് വളരെ കൃത്യമായി മാപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എങ്ങനെയാണത് പറയാനായിട്ട് സാധിക്കുന്നത്? വാസ്തവത്തിൽ ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഒരു ചാക്രികമായിട്ടുള്ളൊരു നേച്ചറുണ്ട്. റോഡ് ആക്സിഡന്റ് പോലെയല്ല. റോഡ് ആക്സിഡന്റ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് സംഭവിക്കുന്നതാണ്. പ്രളയം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരിക്കൽ ഒരു പ്രദേശത്ത് ഒരു വലിയ പ്രളയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ആ ലെവലിലെങ്കിലും വെള്ളം വീണ്ടും വരുമെന്നുള്ളത് 100% ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തത് എന്ന് ആ പ്രളയം ഉണ്ടാവും എന്നുള്ളതാണ്. 2013 ഞാനത് പറയുമ്പോൾ 2014 അത് ഉണ്ടാകാൻ പോകുന്നത്, 18 ഉണ്ടാകാൻ പോകുന്നത്, 22 ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം ശാസ്ത്രം ഇപ്പോൾ വളർന്നിട്ടില്ല. പക്ഷേ 1923 ഉണ്ടായ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന നമ്മൾ പറയുന്ന വെള്ളപ്പൊക്കം എവിടെയൊക്കെ എത്തിയോ അവിടെയെല്ലാം വീണ്ടും വെള്ളം എത്തുമെന്ന് പ്രവചിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വാസ്തവത്തിൽ കേരളത്തിൽ 99 വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത പല വീടുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മലയാറ്റൂരുണ്ട്. ഞാനവിടെ പോയി ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2018 പ്രളയം വന്നപ്പോൾ ഇതേ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വാസ്തവത്തിൽ 1923 എവിടം വരെ വെള്ളം കയറിയോ അതിൽ ഒരടി താഴെയാണ് 2018 വെള്ളം കയറിയത്. അതായത് ഇതിനു മുമ്പുണ്ടായ പ്രളയത്തിലും വ്യാപ്തി കുറഞ്ഞ ഒന്നായിരുന്നു നമ്മൾ 2018 കണ്ടത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടും കൂടുതൽ സമ്പത്തുള്ളത് കൊണ്ടുമാണ് നമുക്ക് കൂടുതൽ വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറിയത്. അപ്പോൾ പൂർണ്ണമായും ഉറപ്പായ ഒരു കാര്യമായിരുന്നു പ്രളയം ഉണ്ടാകും എന്നുള്ളത്. ആ പ്രളയം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ആണ് നമ്മൾ വീടുകൾ വെച്ചത്, നമ്മൾ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കിയത്, നമ്മൾ മാളുകൾ ഉണ്ടാക്കിയത്, നമ്മൾ നഗരങ്ങൾ ഉണ്ടാക്കിയത്. ഇതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആരും ഇത് മാപ്പ് ചെയ്ത് വെച്ചിരുന്നില്ല. എവിടെയാണ് പ്രളയത്തിന് ജലം വന്നത് എന്ന് നമ്മളൊരു സ്ഥലത്ത് ഒരു വീട് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കാൻ പോകുമ്പോൾ ആ പ്രദേശത്ത് വെള്ളം കയറിയിരുന്നോ എന്നറിയാനുള്ള ഒരു സംവിധാനം അന്നുണ്ടായിരുന്നില്ല, ഇന്നുമില്ല. 2018 പ്രളയശേഷം ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിലെ പൊതുസ്ഥാപനങ്ങളിലെങ്കിലും, സ്കൂളുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ആ എവിടം വരെ വെള്ളം കയറി എന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ ഭാവി തലമുറയ്ക്ക് 100 വർഷം കഴിയുമ്പോൾ ഇനിയൊരു പ്രളയം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഓർക്കാനായിട്ട് പറ്റും.
ഇനി ഒരു വീട് വെക്കുമ്പോൾ. തൽക്കാലമെങ്കിലും അത് വ്യാപകമായിട്ട് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഉണ്ടായ പ്രളയങ്ങളുടെ മുഴുവൻ ഹിസ്റ്ററി എടുത്ത് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാധ്യതകളും കൂടി ഇനിയുള്ള കാലത്ത് കേരളത്തിൽ എവിടെയാണ് വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ളത് എന്നുള്ളതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ ഈ വർഷം തന്നെ ആ ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീട് വെക്കണമെങ്കിൽ, നമുക്ക് റോഡ് ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് വീട് വാങ്ങണമെങ്കിൽ ആ ഇൻഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു കാലത്ത് ഈ പ്രളയം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കില്ല. ഇനിയും പ്രളയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് 100 വർഷം വേണ്ടി വരില്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനം സാധാരണ പ്രളയങ്ങളെ കൂടുതൽ വലുതാക്കുകയാണ്. അപ്പോൾ 1921 തൊട്ട് 2018 വരെ ഉള്ള അത്രമാത്രം കാലം അടുത്ത പ്രളയങ്ങൾ ആ ഗ്യാപ്പ് അടുത്ത പ്രളയമായിട്ട് ഉണ്ടാവില്ല. നമ്മുടെ എറണാകുളം എന്ന് പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ഒന്നാണ്. എറണാകുളത്തിലെ അനവധി ഭാഗങ്ങൾ അടുത്ത 50 വർഷത്തിനകം തന്നെ സാധാരണഗതിയിൽ വാസയോഗ്യമല്ലാതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് തന്നെ മാപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ആ മാപ്പുകൾ, കുറച്ച് മാപ്പുകളെങ്കിലും ലഭ്യമാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടല്ല വ്യക്തികളാണെങ്കിലും സമൂഹം എന്നുള്ള തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രളയത്തെ കൈകാര്യം ചെയ്യുന്നതിന് 2 രീതികളുണ്ട്. ഒന്ന്, പ്രളയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നു, റിലീഫ് ക്യാമ്പുകൾ ഉണ്ടാക്കുന്നു, അവർക്ക് വസ്തുക്കൾ കൊടുക്കുന്നു. ഇത് ചെയ്യേണ്ടതാണ്, കുട്ടികളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ അത് മാത്രമല്ല, പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ലോങ് റേഞ്ച് ആയി പ്ലാൻ ചെയ്യുന്നതിലൂടെയാണ് വാസ്തവത്തിൽ ദുരന്ത ലഘൂകരണം സാധ്യമാകുന്നത്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ സീക്വൻഷ്യലായി ഓഗസ്റ്റ് മാസത്തിൽ, അതും പ്രത്യേകിച്ച് 2ാമത്തെ ആഴ്ചയിൽ മഴയുണ്ടായ ഒരു സാഹചര്യമുണ്ടായി. 1ാമത്തെ വർഷം ഉണ്ടായി, 2ാമത്തെ വർഷം ഏതാണ്ട് അതേ ആഴ്ചയിൽ തന്നെ ആണ് വലിയ മഴ ഉണ്ടായതും മണ്ണിടിച്ചിലുണ്ടായതും. അതോടെ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായി, ഇനി എല്ലാ ഓഗസ്റ്റ് മാസത്തിലും കേരളത്തിൽ പ്രളയം ഉണ്ടാകും എന്നുള്ളത്. ഇതിന് യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴ കൂടുതൽ സാന്ദ്രതയിൽ കുറച്ച് സമയത്തേക്ക് പെയ്യും. ഇത് ശാസ്ത്രീയമായി അടിത്തറയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മഴ കുറഞ്ഞ വർഷങ്ങളിൽ പോലും കേരളത്തിൽ പ്രാദേശികമായ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടാകും. ഇതും ശാസ്ത്രീയമായ വസ്തുതയാണ്. പക്ഷെ 2 വർഷം മഴ ഉണ്ടായതുകൊണ്ട് 3ാമത്തെ വർഷം മഴ ഉണ്ടാകുമെന്നോ, 2 വർഷം പ്രളയം ഉണ്ടായതുകൊണ്ട് 3ാമത്തെ വർഷം പ്രളയം ഉണ്ടാകുമെന്നോ, 2 വർഷം മണ്ണിടിച്ചിൽ ഉണ്ടായത് ഓഗസ്റ്റിലായതുകൊണ്ട് 3ാമത്തെ വർഷം ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്നോ പറയുന്നത് ശാസ്ത്രീയമല്ല. അത്തരത്തിലല്ല നമ്മൾ ശാസ്ത്രത്തെ കാണേണ്ടത്. അങ്ങനെ കാണുന്നത് അവിടെ ശാസ്ത്രമാണ്. പക്ഷേ ലോങ് റേഞ്ച് ആയി കേരളത്തിൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. അതിന് ചെയ്യേണ്ട മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഭൂവിനിയോഗത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, നമ്മുടെ ബിൽഡിംഗ് കോഡിൽ ഉണ്ടാക്കേണ്ട മാറ്റം, അങ്ങനെ പല മാറ്റങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോവിഡിന്റെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ നിർത്തിയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരം തരാം. കേരളത്തിൽ കോവിഡിന്റെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി 30-ാം തീയതിയാണ്. അതിനുശേഷമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും, ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ മാർച്ച് മാസം ആയപ്പോഴേക്കും അവിടുത്തെ കേസുകളുടെ എണ്ണം 10,000-ങ്ങളിലേക്ക് പോയി. കേരളത്തിലെ കേസുകളുടെ എണ്ണം അപ്പോഴും 100-ന് താഴെ നിൽക്കുകയാണ്. മാർച്ച് 24-നാണെന്ന് തോന്നുന്നു കേരളത്തിൽ മൊത്തം കേസുകളുടെ എണ്ണം 100 കവിഞ്ഞത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കേസുകൾ 100, 1000, 10,000, ലക്ഷം കവിഞ്ഞു. മരണം 10, 100, 1000, പല 10,000-മായി. കേരളത്തിൽ ഇത് സംഭവിച്ചില്ല, ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ആദ്യ സമയങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും, കേരളത്തിന്റെ മാതൃക എന്ന് പറയുന്നത് ലോകമെല്ലാം ശ്രദ്ധിച്ചൊരു മാതൃകയായിരുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമായത്? ഇതിന്റെ പ്രധാന കാരണം 2018-ലെ നിപ്പ എപ്പിസോഡ് ആണ്. നിപ്പ എന്ന് പറയുന്നത് വളരെ രൂക്ഷമായി ആളുകളെ, വളരെ ഹയർ പെർസെന്റേജ് ആളുകളെ കൊല്ലുന്ന ഒരു രോഗമാണ്. ആ രോഗം വന്നു കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരുന്നില്ല. നമ്മുടെ ഡോക്ടർമാർ, വളരെ മിടുക്കന്മാരായാലും വളരെ ഏർലി സ്റ്റേജിൽ അത് കണ്ടുപിടിച്ചു. നമ്മുടെ സംവിധാനം വളരെ വേഗത്തിൽ പഠിക്കുന്നതായതുകൊണ്ട് ആ പാഠങ്ങൾ അവർ വേഗത്തിൽ പഠിച്ചു. കൊറോണ ഉണ്ടായപ്പോൾ അതേ തീവ്രതയോടെ,
തീവ്രതയോടെയാണ് നമ്മൾ അതിനെ നേരിടാനായിട്ട് തുടങ്ങിയത്. വളരെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അത് അനുസരിച്ചാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയത്. മറ്റു രാജ്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. മറ്റു രാജ്യങ്ങൾ ഇതൊരു ഫ്ലൂ ആണ്, അപ്പൊ ഫ്ലൂ എങ്ങനെയാണോ അതുപോലെ വന്നു പോകും എന്നുള്ള തരത്തിലാണ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അത് കൂടുതൽ വഷളായത്. വളരെ വേഗത്തിൽ, അത് സാധാരണ ഫ്ലൂ അല്ല, കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിക്കാം. പ്രത്യേകിച്ചും ഒരു രാജ്യത്തെ ആശുപത്രി സംവിധാനങ്ങളുടെ എണ്ണത്തിനും മുകളിൽ കേസുകൾ പോയാൽ കൂടുതൽ മരണം സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആണ് മറ്റു രാജ്യങ്ങൾ തയ്യാറെടുപ്പുകളും റെസ്പോൺസും കൂടുതൽ ശക്തമാക്കിയത്. കേരളം നേരെ തിരിച്ചാണ് ചെയ്തത്. കേരളം ഓൾറെഡി ഇത് വളരെ സ്ട്രോങ് ആണെന്നുള്ള അസംഷനാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് വളരെ മാസങ്ങളോളം കേസുകൾ വളരെ താഴെ നിർത്താൻ നമുക്ക് സാധിച്ചു. ഇപ്പോഴാണെങ്കിൽ പോലും കേരളത്തിലെ മൊത്തം കേസുകളുടെ എണ്ണം ഓരോ ദിവസം 1500 വെച്ച് കൂടി വരികയാണ്. ഇനിയും അത് കൂടിയെന്ന് വരാം. പക്ഷേ മൊത്തം ആശുപത്രി സംവിധാനങ്ങളുടെ താഴെ തന്നെയാണ്, വളരെ താഴെയാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. ഇതുപോലെ എല്ലാ കാലത്തും ഇരിക്കണമെന്നില്ല. പക്ഷേ ഏതൊക്കെ കാലത്ത് ആശുപത്രി സംവിധാനങ്ങളുടെ താഴെയാണോ നമ്മളുടെ ആ സമയത്ത് ലൈവായിട്ട് നിൽക്കുന്ന കേസ് ലോഡ് നമുക്ക് വലുതായി പേടിക്കാനില്ല. നമ്മളുടെ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ കൂടുതൽ പേടിക്കാനുള്ളത്. ആരോഗ്യരംഗത്ത് പ്രശ്നമില്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറുന്നതിനാൽ, ആളുകൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിനാൽ, പല കാരണങ്ങളാലും കേസുകളുടെ എണ്ണം വളരെ കൂടുകയും നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തു പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് മറ്റുള്ള രാജ്യങ്ങളിൽ സംഭവിച്ച പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും. നമുക്ക് പ്രത്യേകിച്ചൊരു ഇമ്മ്യൂണിറ്റിയും ഉണ്ടാവില്ല. എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇതുപോലുള്ള സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ആദ്യമായി നമുക്ക് വേണ്ടത് സുരക്ഷാ ബോധമാണ്. ഈ സുരക്ഷാ ബോധം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വീടുകളിൽ നിന്ന് കിട്ടേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ വീടുകളിൽ കുട്ടികൾക്ക് സുരക്ഷാ ബോധം പകർന്നു നൽകാനുള്ള സുരക്ഷാ ബോധം മാതാപിതാക്കൾക്കില്ല. കാരണം മാതാപിതാക്കൾ ഇങ്ങനെ ഒരു സുരക്ഷാ ബോധമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ അല്ല കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ ബോധം സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ലഭിക്കേണ്ടത്, തൽക്കാലം പുതുതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. വികസിത രാജ്യങ്ങളിൽ ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ പീരീഡ് സുരക്ഷയെ പറ്റിയിട്ടാണ്. കാരണം കുട്ടിക്ക് പരിചയമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടി വരുന്നത്. അവിടെ ചില അപകട സാധ്യതകളുണ്ട്. ഏത് ക്യാമ്പസ് എടുത്തു കഴിഞ്ഞാണെങ്കിലും, നിങ്ങളുടെ ക്യാമ്പസ് വേണമെങ്കിൽ എടുത്തു നോക്കാം, അവിടെ അപകട സാധ്യതയുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഒരു വർഷത്തിൽ തന്നെ 3 സ്കൂൾ വിദ്യാർത്ഥികളാണ് ക്യാമ്പസിനകത്ത് മരിച്ചത്. കോട്ടയം പാല ഏരിയയിലാണെന്ന് തോന്നുന്നു. ഹാമർ ത്രോ സ്പോർട്സ് ഇവന്റിന്റെ ഇടയിൽ ഹാമർ മുട്ടി ഒരു കുട്ടി മരിച്ചു. വയനാട്ടിലാണ് പാമ്പ് കടിച്ച് ക്ലാസ് റൂമിന്റെ അകത്ത് മരിക്കുന്നത്. ആലപ്പുഴയിലാണ് ക്രിക്കറ്റ് കളിക്കിടയ്ക്ക് ഒരു കുട്ടി മരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഏതൊരു ക്യാമ്പസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ ക്യാമ്പസിലേക്ക് വരുമ്പോൾ എന്താണ് അപകട സാധ്യതകൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അധ്യാപകർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിന് മുൻകൂടിയായിട്ട് ചെയ്യേണ്ടത് ഒരു ക്യാമ്പസിൽ എന്ത് സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് അറിയാനുള്ള ഒരു ക്യാമ്പസ് സേഫ്റ്റി ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് പ്രധാനം. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അത് ചെയ്തിരിക്കേണ്ടതാണ്. കേരളത്തിലെ ഓരോ സ്ഥാപനത്തിലും ഏതൊക്കെ അപകട സാധ്യതകളുണ്ടോ. ഗുരുവായൂർ കോളേജിൽ സംഭവിച്ചത് ഒരു കാറിന്റെ മുകളിൽ ഒരു മരം വീണിട്ടാണ് ഒരു മരണം സംഭവിച്ചത്. കേരളത്തിലെ ഏത് ക്യാമ്പസിലാണ് മരമില്ലാത്തത്? മരമുള്ള ക്യാമ്പസാണ് നല്ല ക്യാമ്പസ് എന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. മരം ഉണ്ടാകണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അതിനൊരു സുരക്ഷാ ആംഗിളുണ്ട്. അപ്പോൾ കുട്ടികൾ ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ക്യാമ്പസിലാണോ, സ്കൂളിലാണോ കോളേജിലാണോ, ആ ക്യാമ്പസിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ക്യാമ്പസിനകത്താണെങ്കിലും ക്യാമ്പസിന് പുറത്താണെങ്കിലും. ഒരു ആൾ വെള്ളത്തിലേക്ക് വീണുപോയി, നമ്മൾ പുറകെ ചാടുന്നതാണോ ശരി? സ്ഥിരം സംഭവിക്കുന്നതാണ്, കോളേജ് വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ചും. മലയാറ്റൂരിൽ എത്രയോ കുട്ടികൾ മരിച്ചിരിക്കുന്നു. ഒരു കുട്ടി വെള്ളത്തിൽ വീഴുന്നു, അതിനെ രക്ഷിക്കാൻ രണ്ടാമത്തെ ആൾ പോകുന്നു, മൂന്നാമത്തെ ആൾ പോകുന്നു, നാലാമത്തെ ആൾ പോകുന്നു, 5 പേർ വരെ മരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണോ ശരിയായ രീതി?
അപ്പോൾ എന്താണ് ഓരോ സുരക്ഷാ സാഹചര്യങ്ങളിലും ചെയ്യേണ്ടത് എന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ക്യാമ്പസിൽ പഠിക്കുന്ന കാര്യം വീട്ടിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ വീട് സുരക്ഷിതമാണ്. നമ്മുടെ വീടുകളിലും സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളുടെ വീട് എവിടെയാണെന്നുള്ളതിനനുസരിച്ച്, നമ്മുടെ വീടിന്റെ അടുത്ത് മരമുണ്ടോ എന്നുള്ളതിനനുസരിച്ച്, നമ്മൾ റെയിൽവേയുടെ സൈഡിലാണോ, റോഡിന്റെ സൈഡിലാണോ, വിമാനത്താവളത്തിന്റെ സൈഡിലാണോ, ഇതെല്ലാം നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. ഈ തരത്തിലുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാകും. നിങ്ങൾ ഏതൊക്കെ കോളേജിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ ആ കോളേജുകളിലെല്ലാം ഒരു സുരക്ഷാ ക്ലബ് ഉണ്ടായിരിക്കണം. ആ ക്യാമ്പസിന്റെ സുരക്ഷയെ പറ്റിയുള്ള ഒരു അറിവ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചർച്ച ചെയ്ത് കോളേജിൽ ഓരോ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ്, ഒരു എക്സ്കർഷൻ പോകുന്നതിന് മുമ്പ്, ഒരു സ്പോർട്സ് നടത്തുന്നതിന് മുമ്പ്, ഒരു ആർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇത് സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കണം, കൈകാര്യം ചെയ്തിരിക്കണം. സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ സുരക്ഷ അല്ലെങ്കിൽ ദുരന്ത നിവാരണ രംഗം എന്ന് പറയുന്നത് തൊഴിലവസരങ്ങളുടെ ഒരു രംഗം കൂടിയാണ്. നിർഭാഗ്യവശാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നൊരു രംഗം കൂടിയാണ്. സുരക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ അത് പഠിച്ചിരിക്കേണ്ടതാണ്. ദുരന്ത നിവാരണത്തിന് പ്രത്യേകം ഡിഗ്രി കോഴ്സുകളുണ്ട്. ഞാൻ സാധാരണ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ദുരന്ത നിവാരണം എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് ആയി ചെയ്യുന്ന ജോലിയല്ല. നമ്മൾ ഏത് ഡൊമൈനിലാണോ ജോലി ചെയ്യുന്നത്, നമ്മളൊരു അധ്യാപകനായി ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഡോക്ടറായി ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേഴ്സായി ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ടെലികോം എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണെങ്കിൽ, ഇവർക്ക് ഓരോരുത്തർക്കും ദുരന്ത നിവാരണ രംഗത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ആളുകളാണ്. അപ്പൊ നിങ്ങളൊരു നല്ല കെമിസ്റ്റ് ആണെങ്കിൽ ദുരന്ത നിവാരണ രംഗത്ത് നിങ്ങളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ബെയ്റൂട്ടിൽ വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിച്ചിരിക്കുന്നു. ഒരു പോർട്ടിലാണ് സംഭവിച്ചത്. അമോണിയം നൈട്രേറ്റ് ആണ് എക്സ്പ്ലോഡ് ചെയ്തത്. എത്ര വ്യാപകമായി ഈ അമോണിയം നൈട്രേറ്റ് പോയിട്ടുണ്ട് ഒരു ചോദ്യമാണ്. ആ പോർട്ടിൽ മറ്റ് കെമിക്കൽസ് ഉണ്ടായിരുന്നു. ഈ കെമിക്കൽസ് എവിടെ എല്ലാം പോയിട്ടുണ്ട്? ഈ കെമിക്കൽസ് എല്ലാം ഒരുമിച്ച് കൂടിയതിന് എന്ത് സംഭവിക്കും? ഈ കെമിക്കൽസ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആ എക്സ്പ്ലോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയൊരു ഡസ്റ്റ് ക്ലൗഡ് ആയിട്ട് അവിടെ മുഴുവൻ പരന്നു. എന്ത് അപകടമാണ് അതുണ്ടാക്കിയത്? അപ്പൊ ഇത് ദുരന്ത നിവാരണ എക്സ്പെർട്ടിന്റെ ജോലിയല്ല, ഇതൊരു കെമിസ്റ്റിന്റെ ജോലിയാണ്. പക്ഷെ കെമിസ്റ്റ് അവരുടെ സ്കില്ലുകൾ ഒരു ദുരന്തത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുകയാണ്. ഈ തരത്തിൽ നിങ്ങൾ ഏത് രംഗത്താണെങ്കിലും അവിടെ ഒരു ഡൊമൈൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതിന്റെ മുകളിൽ ദുരന്ത നിവാരണം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആയി എടുക്കുക. പരിശീലനം ലഭിച്ചതിന് ശേഷം, നിങ്ങളുടെ ഡൊമൈനിൽ പരിശീലനം ലഭിച്ചതിന് ശേഷം, നല്ല കെമിസ്റ്റ് ആയതിനു ശേഷം, നല്ല അധ്യാപകനായതിനു ശേഷം, നല്ല ഡോക്ടർ ആയതിനു ശേഷം, അതാണ് ദുരന്ത നിവാരണ രംഗത്തെ ശരിയായ കരിയർ ട്രാക്ക്. ഞാനിവിടെ നിർത്തുകയാണ്. ഇപ്പോൾ അല്പം ഡിസ്ട്രപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന കുറച്ച് സമയം കൂടുതൽ എടുത്തു. നിങ്ങൾക്ക് അരമണിക്കൂറോളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ആരെങ്കിലും മോഡറേറ്റ് ചെയ്യുകയാണെങ്കിൽ മോഡറേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഉത്തരങ്ങൾ പറയാം. ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. Mind-blowing session, sir. Thank you so much. Now it's time for interaction. Participants, kindly mute yourself. Please type your queries only in the chat box. Sir, we have a question. According to government, 126 people had died of COVID in Kerala so far. But if we look at the district-wise figures, it is 228. A report from a concerned committee warned the government against this attitude. Without thinking of the politics in the matter, let me ask you, sir, is it more appropriate in COVID's time to keep accurate figures to the people or to keep the accounts secret so as not to intimidate the people? It's a question from Archana Prakash, Government Law College, Thrissur. Yes. ഇത് വളരെ കൃത്യമായ ചോദ്യമാണ്. ഇത് ലോകത്തിൽ എപ്പോഴും ഞങ്ങൾ പറയാറുള്ളതാണ്. എല്ലാ സമയത്തും ആളുകൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ശരിയായ നടപടി. ലോകത്തെ ഏതൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലും. കാരണം നമ്മൾ തെറ്റായ വിവരം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആളുകൾ സ്പെക്കുലേഷൻ ആയി വരും. അപ്പോൾ നമ്മൾ 100 പറയുന്നു, ആളുകൾക്ക് സംശയം വരുന്നു, അവരതിന് 200 ആക്കുന്നു, വേറെ ആരെങ്കിലും അത് കയറ്റി 400 ആക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് അത് 1000 ആയി മാറും. അപ്പോൾ സത്യമായ ഫിഗർ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന അങ്ങനെ ഒരു വിഷയമല്ല. കേരളത്തിൽ ഇപ്പോൾ ഈ കോവിഡിന്റെ സമയത്ത് വലിയ രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ ഒരു കോവിഡ് ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ കോവിഡ് ലിങ്ക്ഡ് ആണോ അല്ലയോ എന്നുള്ളതിന് WHO-യുടെയും ICMR-ന്റെയും ചില ഗൈഡൻസുകളുണ്ട്. ആ ഗൈഡൻസുകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് അത് കോവിഡ് ലിങ്ക്ഡ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ സമയത്തുണ്ടായ എല്ലാ മരണങ്ങളെയും കോവിഡ് മരണം ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലല്ല ഞാൻ പറയുന്നത്. ജനറൽ ആയിട്ട് ഏതൊരു ഡിസാസ്റ്റർ സാഹചര്യത്തിലാണെങ്കിൽ പോലും കൃത്യമായ വിവരം ജനങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയായ രീതി. സർ, ജോസഫ് തെങ്ങനാൽ, നിർമ്മല കോളേജ് മാറ്റൂഴ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങൾ ഏറെയുണ്ട് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ. അവിടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരെ എല്ലാ കാലവർഷത്തിലും നാം മരണത്തിന് എറിഞ്ഞു കൊടുക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്താണ് പരിഹാരം? 2018 ഐക്യരാഷ്ട്രസഭ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച ലാൻഡ് യൂസ് പോളിസി ഇതിന് സഹായകരമാണോ? കേരളത്തിൽ ഹൈ റേഞ്ചിലുള്ള എല്ലാ പ്രദേശത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഡെബ്രി ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപോലെയല്ല. കാരണം അത് മഴ മാത്രമല്ല, ആ പർട്ടിക്കുലർ സ്ലോപ്പ് എങ്ങനെയാണെന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. അവിടെയുള്ള കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. റോഡുകൾ ഉണ്ടെങ്കിൽ, സ്ഥലം അണ്ടർകട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്വാറികൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഈ അർത്ഥത്തിൽ ഒരു മൈക്രോ ലെവലിൽ വേണം ആ കാര്യത്തെ കാണാൻ. അല്ലാതെ കേരളത്തിലെ തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള എല്ലാ ആളുകളും ഒരേ തരത്തിൽ റിസ്ക് ആണ് എന്ന് പറയുന്നത് കാര്യമല്ല. വാസ്തവത്തിൽ ഒരു പരിധി വരെ വളരെ പ്രിസിഷനോടെ മാത്തമാറ്റിക്കലായി മോഡൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ കൂടുതൽ ഡേറ്റ നമുക്ക് വേണം. എത്രമാത്രം സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ കൃത്യമായിട്ട് അളവുണ്ട്, ഏതൊക്കെ സ്ഥലത്തിൽ നമുക്ക് സ്ലോപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ കൂടുതൽ പ്രിസൈസ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ആയിട്ട് ലാൻഡ് യൂസ് പ്ലാനിങ്, ലാൻഡ് യൂസ് റെസ്ട്രിക്ഷൻ ആണ് ഈ ദുരന്ത നിവാരണത്തിന് ഏറ്റവും എഫക്റ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിന് പല പരിമിതികളുണ്ട്. കേരളത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഇൻസ്ട്രുമെന്റ് മാത്രമല്ല. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപം കൂടിയാണ്. നമുക്ക് ഒരു അസുഖമുണ്ടായാൽ, നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം വന്നാൽ, നമുക്ക് വയസ്സുകാലത്ത് രോഗം വന്നാൽ, അതിനെല്ലാം കൂടി നമ്മൾ കണ്ടുവച്ചിരിക്കുന്നതും ഈ ഭൂമിയെ തന്നെയാണ്. അപ്പോൾ ഭൂമിയുടെ വില എന്ന് പറയുന്നത് മലയാളികൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ ഭൂമിയുടെ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ വന്നാൽ ഭൂമിയുടെ വില കുറയും. അത് ശരാശരി മലയാളിയുടെ സാമ്പത്തിക സ്ഥിതിയെയും കോൺഫിഡൻസിനെയും ബാധിക്കും. അപ്പൊ അത് അത്ര നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ കേരളത്തിൽ വലിയൊരു അവസരം വരികയാണ്. കേരളത്തിലെ മലനിരകളിലേക്ക് ആളുകൾ പോയതിന് ഒരു എക്കണോമിക് കൾച്ചറൽ റീസൺസ് ഉണ്ട്. പട്ടിണി അതിനൊരു റീസണാണ്. കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പോളിസി ആയിരുന്ന ഒരു കാലമുണ്ട്. അക്കാലത്താണ് ആളുകൾ പോയത്. അതിന്റെ പിന്മുറക്കാരാണ് ഇപ്പോഴും ബഹുഭൂരിപക്ഷവും അവിടെ ഉള്ളത്. പക്ഷെ അവിടെയുള്ള ആ പിന്മുറയിലുള്ള ആളുകൾ ഇപ്പോൾ അവിടെ കൃഷി ചെയ്തല്ല ജീവിക്കുന്നത്. അവിടുത്തെ കുട്ടികൾ നമ്മളെപ്പോലെ തന്നെ പഠിച്ച് ജോലി ചെയ്യാനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ ആ തരത്തിൽ അവിടെ ഒരു തിന്നിങ് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ട്രാൻസിഷനെ നമ്മൾ പോളിസി വെച്ച് സ്റ്റീർ ചെയ്യുകയാണ് കൂടുതൽ കേരളത്തിൽ സാധ്യമായിട്ടുള്ളത്. ചെയ്യേണ്ടത് വേണമെങ്കിൽ വേറെ പലതുമായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഈ ഒരു പർട്ടിക്കുലർ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ, ഇക്കണോമിക് കോണ്ടെക്സ്റ്റിൽ ആളുകൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളുടെ ഈ മലകളിലെ മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങൾ പോലും ഒരു പരിധിവരെ എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കൂടുതൽ ആളുകൾ നഗരങ്ങളിൽ താമസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കേരളത്തിലെ പകുതിയിലേറെ
സ്ഥലങ്ങൾ ഇപ്പോൾ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം വരെയാണ്. ആ ഒരു ട്രെൻഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോളിസി സ്റ്റിയർ കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ സാധ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സർ ഞാൻ Sir, there is another question from Bilvin Eldos. Please explain EIA draft policy 2020 and how it is affected in variations of climate. ചോദ്യം ഒന്നുകൂടി ചോദിക്കാമോ? Please explain EIA draft policy 2020 and it is how affected in variations of climate. താങ്ക് യു. 2020 EIA കരട് എന്ന് പറയുന്നത് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. ഞാനത് വായിച്ചു നോക്കിയിട്ട് പോലും. സർ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമൃതയാണ്. ക്രൈസിസ് മാനേജ്മെന്റ് കരിക്കുലത്തിന്റെ ഭാഗം ആക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള പേരിലായിരിക്കണമെന്നില്ല. സേഫ്റ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള പേരിൽ ആണെങ്കിൽ മതി. കരിക്കുലത്തിന്റെ ഭാഗമാക്കേണ്ടതാണ് 100%. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിന്റെ കാരണം, ഒന്നാമത് നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ സുരക്ഷ. നിങ്ങളെല്ലാം കോളേജിൽ വരുമ്പോൾ ഒരു വർഷം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കുള്ള വരവിനും പോക്കിനും ഇടയ്ക്ക് എത്ര ആളുകൾ മരിക്കുന്നുണ്ട്? കേരളത്തിൽ നിന്ന് കുട്ടികൾ എക്സ്കർഷന് പോകുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട്? കേരളത്തിൽ ഒരു വർഷം 4200 ആളുകളാണ് റോഡുകളിൽ മരിക്കുന്നത്. അതിൽ പകുതി ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്ന ആളുകളാണ്. അതിൽ ബഹുഭൂരിപക്ഷവും 28 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. വളരെയധികം ആളുകൾ വിദ്യാർത്ഥികളാണ്, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ സുരക്ഷ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് കൂടി അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമ്മളെ കൂടി പഠിപ്പിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ക്യാമ്പസുകളുടെ അകത്ത് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായി ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒന്നാമതായിട്ടും, രണ്ടാമതായി നമ്മുടെ സുരക്ഷയുടെ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠിച്ചിരിക്കണം. മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാമത്, നമ്മുടെ തൊഴിൽ രംഗത്ത് നമ്മൾ ഏത് തൊഴിലിൽ പോയാലും, നമ്മളൊരു അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഏത് തൊഴിൽ രംഗത്തും സുരക്ഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ തരത്തിലും നമ്മൾ ക്രൈസിസ് മാനേജ്മെന്റ് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ ഡിഗ്രി കോഴ്സിലും എൻവയോൺമെന്റൽ സയൻസ് നിർബന്ധമാക്കിയ പോലെ ഈ ഡിസാസ്റ്റർ ക്രൈസിസ് മാനേജ്മെന്റ് സേഫ്റ്റി നിർബന്ധമാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഞാൻ MKM HSSലെ NSS വോളണ്ടിയർ ലീഡർ ആണ്. സർ, ഞങ്ങളുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ പുഴയുടെ ആ ഒരു തീരത്തിന്റെ ഓർത്താണ് സർ. അപ്പോ ഈ പുഴയിൽ നിന്ന് 2-3 വർഷമായിട്ട് മണൽവാരലൊന്നുമില്ല. അത് കാരണം ഞങ്ങളുടെ അവിടെയുള്ള വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരുവാണ്. അപ്പോൾ ഈ 2-3 വർഷമായിട്ട് ഫ്ലഡിന്റെ സമയത്ത് ഈ ഭാഗത്തുള്ള വീടുകളിലും ടൗണിലേക്കും എല്ലാം വെള്ളം കയറുന്നുണ്ട്. പക്ഷെ മണൽവാരൽ എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒന്നല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വെള്ളം കയറുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കോറിലേഷൻ അല്ല അത്. ശരിക്കും നമ്മുടെ മണലിന്റെ അളവ് കൂടുന്നു, അതുകൊണ്ട് വെള്ളം പൊങ്ങുന്നു എന്ന് പറയുന്നത് 100% ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം മഴയിൽ ഉണ്ടാകുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കൂടുതൽ സാന്ദ്രതയോടെ മഴ പെയ്യുന്നു. ആ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ പുഴയിലേക്ക് വരുന്നു. ആ പുഴയിലൂടെ ഒഴുകുമ്പോൾ തീർച്ചയായിട്ടും പുഴയുടെ വ്യാപ്തി എന്ന് പറയുന്നത് അതിനൊരു വിഷയമാണ്. അതിൽ മണലുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിഷയമാണ്. പക്ഷെ അത് മാത്രമല്ല വിഷയം, ഏത് സാന്ദ്രതയിൽ മഴ പെയ്യുന്നു എന്നുള്ളതും കൂടി വിഷയമാണ്. മൂവാറ്റുപുഴ പുഴയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഇടുക്കിയിൽ നിന്ന് വിദ്യുത് ഉൽപാദനത്തിന് ശേഷം വെള്ളം എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുഴ കൂടിയാണ് മൂവാറ്റുപുഴ. മറ്റുള്ള പുഴ അങ്ങനെയല്ല. പെരിയാറിൽ
ശക്തി ഉൽപാദനം നടത്തി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പെരിയാറിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു റിഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. മണൽ വാരുക എന്നുള്ളത് മണൽ വാരുന്നത് കൊണ്ട് പ്രകൃതി ചൂഷണം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. മണൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് റെഗുലർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റിൽ കൂടുതൽ വേഗതയിൽ മണൽ വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയുടെ അടിവാരം മാന്തുന്ന പോലെയാകും, പുഴയിലെ ഒഴുക്ക് കുറയും, പുഴയിൽ മറ്റുള്ള അപകടങ്ങളുണ്ടാകും. മറ്റ് പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതിനെ ശാസ്ത്രീയമായി ചെയ്യണം എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. പക്ഷെ ഇത്ര മാത്രം ഡീപ്പായിട്ടുള്ള ശാസ്ത്രം ഉപയോഗിക്കാനുള്ള കഴിവൊന്നും നമ്മളുടെ പഞ്ചായത്ത് ലെവലിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു പഞ്ചായത്ത് വിഷയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നമ്മളുടെ ത്രിതല പഞ്ചായത്തിന്റെ അധികാരത്തിന്റെ തലത്തിൽ ഒരു പഞ്ചായത്ത് വിഷയമായിട്ടാണ് മണൽ വാരൽ കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഈ മണൽ വാരലിന്റെ എത്രയാണ് ശാസ്ത്രീയമായിട്ട് എത്ര ട്രക്ക് മണൽ വാരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കണക്കുകളൊന്നും കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയമായുള്ള ഒരു അറിവ് പഞ്ചായത്ത് ലെവലിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മണൽ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയൊരു ഡിസ്പ്യൂട്ടഡ് ഐറ്റം ആണ്. അതായത് മണൽ മാഫിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൾട്ടിമേറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത്രമാത്രം മണലിന് കേരളത്തിൽ ഡിമാൻഡ് ഉണ്ടാവുന്നത്? അതിന്റെ കാരണം നമ്മളുടെ നിർമ്മാണ രീതികൾ വളരെ പഴഞ്ചനാണ്. ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ലോകത്ത് ഇപ്പോൾ ആളുകൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു നിർമ്മാണ വസ്തു ഒന്നുമല്ല. പക്ഷേ നമ്മൾ ഒരു 950 ശേഷം നമ്മുടെ നിർമ്മാണ രീതികൾ മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ അവിടെയാണ് നമ്മളുടെ യഥാർത്ഥമായ മാറ്റം നടക്കേണ്ടത്. നമ്മളുടെ നിർമ്മാണ രീതികൾ മാറണം, മണലിന്റെ ഡിമാൻഡുകൾ കുറയണം. അപ്പോൾ ഈ മണൽ മാഫിയ എന്നുള്ള ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറും, അതിനെ ചൊല്ലിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി മാറും. പിന്നെ ബാക്കിയുള്ള ശാസ്ത്രീയമായ കാര്യമാണ്. അത് നമുക്ക് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാം. എത്ര മണൽ നീക്കം ചെയ്യണം, എവിടം വരെ പുഴയിൽ മണൽ എടുക്കാമെന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മണൽ എടുക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ മൊത്തം വാരിക്കൊണ്ടു പോകുന്ന ഒരു സൈഡിൽ കൂടെ, അല്ലെങ്കിൽ മണൽ കയറി കിടക്കുന്നത്, ഈ രണ്ട് സ്ഥിതികളും ശരിയായ നടപടിയല്ല. സർ, കോവിഡാനന്തര സമൂഹ ചോദിച്ചോളൂ. Sir, there is another question from Sudhi Mode. How can we develop disaster preparedness like a culture? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് വീടുകളിൽ നിന്നാണ് സാധാരണഗതിയിൽ സുരക്ഷാബോധം തുടങ്ങേണ്ടത്. യൂറോപ്പിൽ ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ, കുട്ടി വീട്ടിൽ വരുന്നതിന് മുമ്പ്, കുട്ടിയെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ വീടിനെ ബേബി പ്രൂഫ് ആക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ആ കുട്ടി വീട്ടിൽ വരും. അപ്പോൾ ആ കുട്ടിക്ക് ഏതൊക്കെ തരത്തിൽ അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വീടിന്റെ വളരെ താഴത്തെ ലെവലിൽ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ കുട്ടി കൊണ്ടുവന്ന് വിരലിടാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പി ഇട്ട് നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടി ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്ലഗുകളും അടച്ചു വെക്കണം. അതിനുള്ള അടപ്പ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാ റൂമുകളും നോക്കും. വീട്ടിൽ കൂടി കമ്പ്യൂട്ടറിന്റെയോ മറ്റോ കേബിളുകളോ ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടി അതിൽ സ്ലിപ്പ് ചെയ്ത് വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന എല്ലാ കേബിളുകളും നമ്മളിത് ടേപ്പ് ചെയ്ത് വെക്കുന്നു. വീട്ടിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കബോർഡ് ഉണ്ടെങ്കിൽ അതിൽ കുട്ടി പിടിച്ചു തൂങ്ങിയാൽ കബോർഡ് കുട്ടിയുടെ മുകളിലേക്ക് വീഴും, കുട്ടിക്ക് അപകടം ഉണ്ടാകും. കേരളത്തിൽ അങ്ങനെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കുന്നു. യൂറോപ്പിൽ വിൽക്കുന്ന എല്ലാ ടോയ്സ്, എല്ലാ കളിപ്പാട്ടങ്ങളും അതിൻ്റെ വലുപ്പം, കുട്ടി മെഴുകാൻ സാധ്യതയുള്ള വലുപ്പമുള്ള ടോയ്സ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അച്ഛനമ്മമാരെ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു കുട്ടി ഉണ്ടായി ആശുപത്രിയിൽ നിന്ന് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടി ആശുപത്രിയിലേക്ക് പോകുന്നത്. ചില ദിവസം ആ ദിവസം തന്നെ വീട്ടിലേക്ക് പോകും. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ദിവസം ആ കുട്ടി ഒരു ചൈൽഡ് സേഫ്റ്റി സീറ്റിലാണ് ഇരിക്കുന്നത്. അമ്മയുടെ മടിയിലോ അമ്മൂമ്മയുടെ മടിയിലോ അല്ല ഇരിക്കുന്നത്. ആദ്യത്തെ ദിവസം, ഒരു ദിവസമായിട്ട്. അതിനു വേണ്ടിയുള്ള പ്രത്യേക സീറ്റുകൾ അവിടെ ലഭ്യമാണ്.
അപ്പൊ ഈ തരത്തിൽ വീടുകളിൽ സുരക്ഷ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങുന്നു. കുട്ടി ഉണ്ടായ അന്ന് തൊട്ടേ കുട്ടി സുരക്ഷിതമായി കുട്ടിയെ കൈകാര്യം ചെയ്യുന്നു. അതാണ് കുട്ടികൾ കാണുന്നത്. 12 വയസ്സാകാതെ കുട്ടികളെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. നമ്മുടെ നാടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. കൊച്ചുകുട്ടികളെ കയ്യിൽ പിടിച്ച് അമ്മമാർ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു. 10 ലക്ഷം രൂപയുള്ള കാർ വാങ്ങിയാലും 10,000 രൂപയുള്ള ഒരു ചൈൽഡ് സേഫ്റ്റി സീറ്റ് വാങ്ങുക എന്നുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്നതല്ല. അച്ഛന്റെ കൂടെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക എന്നുള്ളത് കുട്ടികൾ ഒരു അവകാശമായി കാണുന്നു. കുട്ടികളോട് പുറകിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവർ കരയുന്നു. ഇത് കാരണം കുട്ടികൾ ഫ്രണ്ടിലിരിക്കുന്നു. എന്തുമാത്രം അപകടങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 4000 ആളുകളാണ് ഒരു വർഷത്തിൽ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത്. അതിൽ എന്തുമാത്രം കുട്ടികളാണ് മരിക്കുന്നത്. വളരെ നിസ്സാരമായി, വളരെ തുച്ഛമായ തുകയാണ്. 10 ലക്ഷം രൂപയുടെ കാർ വാങ്ങുമ്പോൾ 10,000 രൂപയുടെ ചൈൽഡ് സേഫ്റ്റി സീറ്റ് വാങ്ങാനായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ട്? ആ ഒരു തരത്തിൽ വേണം നമ്മൾ സുരക്ഷയെ കണ്ടു തുടങ്ങാനായിട്ട്. പക്ഷെ തൽക്കാലം അത് സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കൂളുകളിൽ തുടങ്ങാം. ഞാൻ പറഞ്ഞു, സ്കൂളുകളിൽ കുട്ടികൾ വരുന്നതിന് മുമ്പേ ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിരിക്കണം. ഞാൻ വളരെ നാളുകളായി പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം നിർഭാഗ്യവശാൽ വയനാട്ടിൽ ക്ലാസ് റൂമിന്റെ അകത്ത് പാമ്പ് കടിച്ചൊരു കുട്ടി മരിച്ചൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് വയനാട്ടിലെ എല്ലാ സ്കൂൾ അധ്യാപകർക്കും വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു പരിശീലന പരിപാടി നടത്തി. എങ്ങനെയാണ് ഒരു സ്കൂളിൽ സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടത്? ഈ വർഷത്തെ അധ്യാപകരുടെ പരിശീലന പരിപാടിയിൽ 80,000 അധ്യാപകരുണ്ടായിരുന്നു. ഈ 80,000 അധ്യാപകർക്കും എങ്ങനെയാണ് സ്കൂളിൽ സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടത് എന്നുള്ളതിനെ പരിശീലനം നൽകി. ഈ തരത്തിൽ സ്കൂളുകളിൽ സേഫ്റ്റി ഓഡിറ്റ് നടത്തി കുട്ടികൾ വരുന്ന ഒന്നാമത്തെ ദിവസം തന്നെ ഏത് അപകട സാധ്യതകൾ ആണ് ഉള്ളത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ബസ്സിലാണ് വരുന്നതെങ്കിൽ റോഡ് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വള്ളത്തിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് സുരക്ഷിതമായി വള്ളത്തിൽ കയറേണ്ടത്, ഇറങ്ങേണ്ടത്, ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ തരത്തിൽ വീടുകളിലും സ്കൂളുകളിലും ഒരു കണ്ടിന്യൂമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സുരക്ഷാ സംസ്കാരം ഉണ്ടാകും. വീടുകളിൽ ഇല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിച്ചാൽ കുട്ടികൾ ആ പാഠങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഉണ്ടാവും. അങ്ങനെയും നമുക്ക് സുരക്ഷാ സംസ്കാരം ഉണ്ടാക്കാം. ഇതല്ലാതെ അപകടങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ബി ടു ലേറ്റ്. നമ്മൾ അപകടങ്ങളിൽ നമ്മൾ പെടും, നമ്മൾ മരിക്കും. അപ്പോഴേക്കും ഇറ്റ്സ് ടു ലേറ്റ്. സാർ, അടുത്ത ചോദ്യം ലിബിൻ പോളാണ് ചോദിച്ചിരിക്കുന്നത്. ഡാമുകളും അതിനോട് അനുബന്ധിച്ചുള്ള ജലസംഭരണികളും ആഗോളതാപനത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജലസംഭരണികൾ നിർമ്മിക്കുവാൻ വേണ്ടി അതിനോടനുബന്ധിച്ച് വനനശീകരണവും നടക്കുന്നു. കേരളത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നതും ഹൈഡൽ പവർ സിസ്റ്റമാണ്. ഭാവിയിൽ ഇത് കേരളത്തിന് വലിയ ദോഷമാകില്ലേ? ഇതിന് പരിഹാരമായി കേരളം ഇനി മുന്നോട്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? കേരളത്തിൽ വളരെ സാധ്യതകൾ ഉള്ള ഒന്നാണ് ഹൈഡൽ പവർ എന്നുള്ളത്. ഹൈഡൽ പവറിന് മറ്റുള്ള പല ഊർജങ്ങളെ അപേക്ഷിച്ച്, ഊർജ സ്രോതസ്സുകളെ അപേക്ഷിച്ച് പല ഗുണങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒന്നൊന്നുമല്ല ഹൈഡൽ പവർ എന്നുള്ളത്. ഹൈഡൽ പവറിന് പകരം ന്യൂക്ലിയർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കണം എന്നില്ലല്ലോ. ഹൈഡൽ പവറിന് പകരം കോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അർത്ഥത്തിൽ ഏതൊരു പവർ സോഴ്സ് ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ചില ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. ഒരു കാലത്ത് സോളാർ എന്ന് പറയുന്നത് കേരളം മൊത്തത്തിൽ നമുക്ക് ആവശ്യമുള്ള ഊർജം തരാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ തൽക്കാലമെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ സോളാറിന്റെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബാറ്ററി ആൻഡ് ഡിസ്പോസൽ, അതിനെല്ലാം കൂടി ഒരു എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് ഉണ്ട് താൻ. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യണം. ഒന്ന്, 21ാം നൂറ്റാണ്ടിലെ ഹൈഡൽ പവർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വലിയ ഡാമുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈഡൽ പവർ അല്ല ഇക്കാലത്ത് ലോകം ഇഷ്ടപ്പെടുന്നത്. മൈക്രോ ഹൈഡൽ, മിനി ഹൈഡൽ, ഇൻ ദ ഫ്ലോ പവർ ജനറേഷൻ എന്നുള്ള പല സാധ്യതകൾ ഇപ്പോഴുണ്ട്. നദിയെ വലിയ
അണക്കെട്ടുകൾ കെട്ടി തടഞ്ഞു നിർത്താതെ വെള്ളത്തിന്റെ ഉയരത്തിലുള്ള മാറ്റത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പല സാധ്യതകളുമുണ്ട്. ആ സാധ്യതകളെ പറ്റി നമ്മൾ ചിന്തിക്കണം. ലോകത്തെ അനവധി സ്ഥലങ്ങളിൽ ഡാമുകൾ ഉണ്ടാക്കിയിരുന്നത്, പണ്ട് കാലത്ത് ഡാമുകൾ ഉണ്ടാക്കിയിരുന്നത് ഒരു നദിയിൽ വെള്ളം ഒഴുകുന്നു, ആ നദിയെ പൂർണ്ണമായും തടഞ്ഞു നിർത്തി ആ വെള്ളം വേറൊരു ടണൽ വഴി പലപ്പോഴും അല്ലെങ്കിൽ കനാൽ വഴി വേറൊരു വഴിക്ക് വിട്ട് അവിടെ ഒരു ഡ്രോപ്പ് ഉള്ളത് ഉപയോഗിച്ച് പവർ ഉൽപ്പാദിപ്പിക്കുകയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡാമിന്റെ താഴെ പുഴ ഇല്ല. പെരിയാറിൽ നിങ്ങൾക്ക് ഇടമലയാർ പോയാൽ അത് കാണാൻ സാധിക്കും, ഇടുക്കിയിൽ പോയാൽ കാണാൻ സാധിക്കും. വലിയ പുഴയിൽ ഒരു അണക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ അണക്കെട്ടിന്റെ താഴെ പിന്നെ നദിയില്ല. കഴിഞ്ഞ 2018 അണക്കെട്ട് തുറന്നപ്പോൾ വലിയ വേഗതയിൽ വെള്ളം വന്നത് നിങ്ങൾ കണ്ടതാണ്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പുഴ വീണ്ടും ഒഴുകിയത്. 26 വർഷം അതിൽ പുഴ ഒഴുകാത്തൊരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങൾ ലോകത്ത് മാറുകയാണ്. ഒരു പുഴയ്ക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളത് ലോകം ഇപ്പോൾ അംഗീകരിച്ചു വരികയാണ്. ന്യൂസിലാൻഡിൽ അത് നിയമപരമായ അവകാശമാണ്. പുഴയ്ക്ക് ഒരു വ്യക്തി എന്നുള്ള പോലെ തന്നെ ഒരു പുഴയ്ക്കും ചില അവകാശങ്ങളുണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള പുഴയ്ക്ക് സ്വന്തമായ അവകാശങ്ങളുള്ള ഒരു കാലം ഉണ്ടാകും. പുഴ എന്ന് പറയുന്നത് വെള്ളം മാത്രമല്ല, പുഴയിൽ മത്സ്യങ്ങളുണ്ട്. ലോകത്തെ അനവധി രാജ്യങ്ങളിൽ ഈ മത്സ്യങ്ങൾക്ക് എത്ര വലിയ അണക്കെട്ടുണ്ടായിരുന്നെങ്കിലും മത്സ്യങ്ങൾക്ക് പുഴയിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഫിഷ് ലാഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ അണക്കെട്ടിലുമുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. താഴെ നിന്ന് വരുന്ന മത്സ്യങ്ങൾക്ക് എത്ര വലിയ അണക്കെട്ടാണെങ്കിലും അതിന്റെ മുകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സംവിധാനം അണക്കെട്ടുകളിൽ ഉണ്ടാകും. അപ്പോൾ പുഴയിലെ മിനിമം ഫ്ലോ നിലനിർത്തുന്ന ഒരു സംവിധാനം, ബേസ് ഫ്ലോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്ലോ എന്നാണ് അതിന് പറയുന്നത്. പുഴയിലെ എക്കോസിസ്റ്റം നിലനിർത്താനുള്ള സംവിധാനം, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ടാക്കുന്നത് തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം ആണ് എനിക്കുള്ളത്. പക്ഷെ ഭാവിയുടെ ഊർജം എന്ന് പറയുന്നത് സോളാർ തന്നെയാണ്. അതിൽ എനിക്ക് യാതൊരു സംശയമൊന്നുമില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ചൈനയിൽ ഞാൻ ഒരിക്കൽ പോയപ്പോൾ അവിടെ ബെയ്ജിങ്ങിൽ നിന്ന് ഏതാണ്ട് 200-300 കിലോമീറ്റർ ദൂരത്തിൽ ഒരു നഗരമുണ്ട്, സോളാർ സിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആ നഗരത്തിലെ എല്ലാ സംവിധാനങ്ങളും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഓരോ വീടുകളും സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. ഓരോ കർട്ടനും സോളാർ ഉൽപ്പാദിപ്പിക്കാനും. അപ്പൊ സോളാർ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമ്മളുടെ കെട്ടിടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നായിരിക്കില്ല. നമ്മുടെ കെട്ടിടങ്ങളിലെല്ലാം സോളാറാകും. നാനോ ടെക്നോളജിയുടെ ഒക്കെ വരവോടെ നമ്മളുടെ ചുമരിലടിക്കുന്ന പെയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സോളാറായിരിക്കും. അതിൽ നിന്നായിരിക്കും എനർജി ഉണ്ടാകാൻ പോകുന്നത്. അത്തരത്തിൽ സോളാർ ലോകത്തിൽ കടന്നു കയറുമെന്നും എനർജി എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ചിലവുള്ള ഒരു ഐറ്റം ആയിരിക്കില്ല എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഡേറ്റയ്ക്ക് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 20 വർഷമായിട്ട് ഡേറ്റയുടെ വില തീരെ ഇല്ലാതായ പോലെ എനർജിയും ഏറ്റവും വിലയില്ലാത്ത ഒരു സംഭവമായി ലോകത്തെല്ലാം പരസ്പര ബന്ധിതമായ എനർജി ഉള്ള ഒരു സംവിധാനമായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മാറ്റം കേരളത്തിലുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, കോവിഡാനന്തര കേരളത്തിൽ നാം എന്തെല്ലാം സുരക്ഷാ സംവിധാനമാണ് ഒരുക്കേണ്ടത്? കോവിഡാനന്തര കേരളത്തിൽ 2 തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ആരോഗ്യ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ. മറ്റ് സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു സുരക്ഷാ രംഗത്തുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കോവിഡ് എന്ന് പറയുന്നത് ഒരു മഹാമാരിയാണ്, ധാരാളം ആളുകളെ ബാധിക്കുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വർഷം 1,65,000 ആളുകളാണ് ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത്. ഒരു വർഷം കേരളത്തിൽ അപകടത്തിൽ മരിക്കുന്നത്, റോഡ് അപകടത്തിൽ മരിക്കുന്നത് 4,200 ആളുകളാണ്. വെള്ളത്തിൽ മരിക്കുന്ന 1,500 പേരാണ്. ട്രെയിൻ അപകടത്തിൽ മരിക്കുന്നത് ഏതാണ്ട് 800 പേരാണ്. ഇലക്ട്രിസിറ്റി
ആക്സിഡന്റിൽ 300ഓളം പേരാണ് മരിക്കുന്നത്. ഫയർ ഉണ്ടായി 500ഓളം പേര്. കോവിഡിൽ ഇപ്പൊ പറഞ്ഞു 120 അല്ലെങ്കിൽ 220, പക്ഷേ 8000ഓളം ആളുകൾ ഓരോ വർഷവും മരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ സുരക്ഷാ പ്രശ്നങ്ങൾ കോവിഡായിട്ട് ഉണ്ടാക്കിയതല്ല, കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്, കോവിഡിനോടൊപ്പമുണ്ട്, ഇനിയും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ സുരക്ഷയ്ക്ക് വലിയ ഒരു റിഡക്ഷൻ എഫേർട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് എങ്ങനെയെങ്കിലും സുരക്ഷാ ബോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അത് ഒരു കാര്യം. അത് കോവിഡാനന്തര ലോകമല്ല, ഇന്ന് തന്നെ ചെയ്യാവുന്നതാണ്, കോവിഡിന് മുമ്പേ ഉള്ള വിഷയമാണ്. രണ്ടാമത്തേത്, കോവിഡ് പോലെയുള്ള ആരോഗ്യ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ള ഏറ്റവും പ്രധാനമായ കാര്യമാണ്. കേരളം ഒരു പരിധിവരെ വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പെർ ക്യാപിറ്റ ആരോഗ്യ സംവിധാനങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ തീർച്ചയായിട്ടും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ 1000 ആളുകൾക്ക് എത്ര ഡോക്ടർമാരുണ്ട്, എത്ര ബെഡുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറവുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശുചിത്വശീലം കോവിഡ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കണം. കേരളത്തിലെ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സർസൈസ് ചെയ്യാത്ത ഒരു സെറ്റ് ഓഫ് ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഉൾപ്പെടെ അത് വിഷയമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകണമെങ്കിൽ 2 കിലോമീറ്റർ നടക്കണമായിരുന്നു, കോളേജിൽ പോകണമെങ്കിൽ 3 കിലോമീറ്റർ നടക്കണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ എക്സർസൈസ് ചെയ്യൊന്നുമില്ല, കാരണം നമ്മൾ സ്കൂളിൽ പോയിട്ട് വരികയാണ്. വീട്ടിൽ എല്ലാവർക്കും എന്തെങ്കിലും ജോലികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല. നമ്മൾ ബസ്സിൽ കയറി പോകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ബസ്സിൽ കയറുന്ന പോലില്ല, വീട്ടിലിരുന്നിട്ടാണ് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടത്ര എക്സർസൈസ് ചെയ്യുന്നില്ല. നമ്മളുടെ ഭക്ഷണത്തിന്റെ രീതി തീരെ മാറി. നമ്മൾ പണ്ട് കഴിച്ചതിലും ഏറെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, ഏറെ കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഏറെ എണ്ണയിൽ വറുത്ത് കഴിക്കുന്നു. ആ തരത്തിലും നമ്മുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോവിഡും അതുപോലെയുള്ള പാൻഡമിക്കും എല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും സുസ്ഥിരമായ ആരോഗ്യം എന്ന് പറയുന്നത് നല്ല ആരോഗ്യശീലങ്ങളെയാണ് നോക്കിയിരിക്കുന്നത്. കൂടുതൽ ആശുപത്രികൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അതിനുള്ള സൊല്യൂഷൻ. ഒരു പരിധി വരെ കൂടുതൽ ആശുപത്രികളെക്കാളും കൂടുതൽ ജിംനേഷ്യങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ നല്ല ഭക്ഷണശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിന് നാളെ വേണ്ടത്. Participants, there is a special announcement. Please raise your questions, if any, only in the chat box. We have a mediator to pass those selected ones to the resource person. Only selected queries will be addressed due to the congestion of time. സർ, അനുജ മോഹനൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിരപ്പള്ളിയിൽ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും വാർത്തകൾ കാണാൻ ഇടയുണ്ടായി. ഇതെല്ലാം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു സൊല്യൂഷൻ ആകുമോ? എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല, ഒന്നും കൂടി പറയാമോ? അതിരപ്പള്ളിയിൽ പുതിയൊരു ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും വാർത്തകൾ കാണാൻ ഇടയായി. അതൊക്കെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് കാരണമാകുമോ? ഞാൻ ഈ കേരളത്തിലെ ഓരോ പ്രിസൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ആളല്ലത്. എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഞാൻ വളരെ ഡീപ്പായിട്ട് പഠിക്കും. അല്ലാത്ത വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യില്ല, കാരണം അതിൽ വേറെ ധാരാളം ആളുകളുണ്ടല്ലോ. അതിരപ്പള്ളിയിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അത് എന്താണ് അതിരപ്പള്ളി ഡാം? അത് പഴയ തരത്തിലുള്ള വലിയൊരു ഡാമാണോ, അതോ ചെറിയ ചെറിയ ഇതാണോ, എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് എനിക്ക് അറിയാവുന്ന ഒരു വിഷയമല്ല. പറയാത്തൊരു വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയുമല്ലല്ലോ. Sir, we have another question from Justin Joss, Zoology Department, Devamata College. What is your assessment regarding our preparedness with respect to a crisis such as what happened in Mauritius oil spill?
ഇന്ത്യയിൽ ഓയിൽ സ്പിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് രണ്ട് സെറ്റ് ഓഫ് ആളുകളാണ് അതിന് ഉത്തരവാദിത്വം ഉള്ളത്. ഒന്നാമത്, ആരുടെ അടുത്താണോ ഓയിൽ ഉള്ളത്, ഒരു റിഫൈനറി ആകാം, ഒരു ഷിപ്പ് ആകാം, ഒരു പോർട്ടാകാം, അവിടെ അവർക്ക് കുറച്ച് സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് നിയമം. രണ്ടാമത്തേത്, കടലിൽ ഓയിൽ സ്പിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോസ്റ്റ് ഗാർഡിനാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. ഇവർ രണ്ടും സാധാരണഗതിയിൽ പ്രിപ്പയർഡുമാണ്. പക്ഷേ കേരളത്തിൽ ഓയിൽ സ്പിൽ ഉണ്ടാകുന്നത് കേരളത്തിലേക്ക് വരുന്ന എണ്ണ കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല, കേരളത്തിലെ പോർട്ടുകളിൽ നിന്നുള്ള എണ്ണ കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. ആയിരക്കണക്കിന് കപ്പലുകളാണ് മധ്യേഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണയുമായി നമ്മുടെ തീരത്തിലൂടെ ജപ്പാനിലേക്കും സിംഗപ്പൂരിലേക്കും പോകുന്നത്. ഈ കപ്പലുകൾക്ക് ഏതെങ്കിലും, വലിയ വലിയ കപ്പലുകൾക്ക് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് എണ്ണ പടരാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും, കേരള തീരത്ത് ഉൾപ്പെടെ. ഇതിന് വാസ്തവത്തിൽ നമ്മൾ അത്ര തയ്യാറെടുപ്പ് ഇല്ല. കേരളത്തിൽ ഭാഗ്യവശാൽ അത് ഉണ്ടായിട്ടില്ല. പക്ഷേ ബോംബെയിൽ 4 വർഷം മുമ്പ് MV ചൈത്ര എന്ന് പറയുന്നൊരു കപ്പൽ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ അത് കൈകാര്യം ചെയ്യാനുള്ള വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല, ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉപകരണങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ അതെങ്ങനെയാണ് റിസീവ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ വേസ്റ്റ് ആയിട്ടുള്ള എണ്ണ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പരിധി വരെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് കൊണ്ട് തന്നെ മൊറീഷ്യസിലുണ്ടായ ഓയിൽ സ്പില്ലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് നമുക്കാണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോവുക എന്നുള്ളത്. Dear participants, a feedback link is posted in the chat box, in the Google Meet platform and in the YouTube platform also. So please kindly fill in the feedback. Sir, there is another question. Rain in Kerala have wreaked havoc across the state. In addition to the widespread destruction, the flood water is likely to be a potent mixture of containing hazardous chemicals, electronics, construction debris, and more. Additionally, the landfills expose huge amount of municipal waste to the flood water. Who is responsible for the management of this dangerous waste, and is it being done the right way? Thank you. എനിക്ക് 7 മണിക്ക് ഇത് നിർത്താനുള്ളതാണ്. സോ പ്രോബ്ലി ഇതിന്റെ അടുത്തതോ ആയിരിക്കും ലാസ്റ്റ് ചോദ്യം. പക്ഷെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. കേരളത്തിൽ ആധുനികമായ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സർവീസ് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായുള്ള കളക്ഷൻ സിസ്റ്റവും പല സ്ഥലങ്ങളിലും ഇല്ല. ഞാൻ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. പെരുമ്പാവൂർ എൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് യാതൊരു സംവിധാനവും ഇല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ സ്ഥലമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിലെല്ലാം ഇത് സാധ്യമാണ്. പക്ഷേ നഗരങ്ങളിൽ അത് സാധ്യമല്ല. അവിടെ പലതരത്തിലുള്ള, നമ്മുടെ വീടുകളിൽ നിന്നുള്ള ഉണ്ടാവാം, ഗാർഡനിൽ നിന്നുള്ള വേസ്റ്റ് ഉണ്ടാകാം, ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടാകാം, അങ്ങനെ പല കൺസ്ട്രക്ഷൻ ഡെബ്രീസ് ഉണ്ടാകാം. ഇങ്ങനെ പല തരത്തിലുള്ള വേസ്റ്റുകൾ ഉള്ളത് ഒരു വിഷയം തന്നെയാണ്. ഇത് പ്രളയം മൂലം ഉണ്ടായതല്ല. പ്രളയത്തിനൊക്കെ എത്രയോ മുമ്പ് ഉള്ള വിഷയമാണ്. കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ, 2018 പ്രളയം വന്നപ്പോൾ ഇത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള പ്രാഥമികമായുള്ള ഉത്തരവാദിത്വം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ്. പഞ്ചായത്തുകൾക്കാണ്, മുനിസിപ്പാലിറ്റികൾക്കാണ്, കോർപ്പറേഷനുകൾക്കാണ്. പക്ഷെ അവർക്ക് വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് അവർക്ക് പോലും പ്രത്യേകിച്ച് സംവിധാനങ്ങളില്ല.
പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത ലാൻഡ് ഫില്ലുകളില്ല, വേസ്റ്റ് എനർജി പ്ലാന്റുകളില്ല. മെഡിക്കൽ വേസ്റ്റുകൾക്ക് പൊതുവെ ഒരു ബെറ്റർ സിറ്റുവേഷൻ ആണ്. കേരളത്തിലെ ആശുപത്രികൾ പലതും ഒരുമിച്ച് കൂടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവർ പാലക്കാട് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റി നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ കൂടുതൽ വേണ്ടി വരും, പക്ഷേ അങ്ങനെയുണ്ട്. ഇലക്ട്രോണിക് വേസ്റ്റുകൾക്ക് വേണ്ടത്ര സംവിധാനങ്ങളില്ല. അപ്പോൾ ഇത് കേരളത്തിന്റെ വികസനത്തിലെ ഒരു പ്രശ്നമാണ്. ഇത് ദുരന്തവുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നമല്ല. ദുരന്തമുള്ള സമയത്ത് അത് കൂടുതൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദുരന്തം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ എത്ര വേസ്റ്റ് ഉണ്ടാക്കുമോ അതിന്റെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ വളരെ ചെറിയ സമയത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നമാക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റിന് പ്രോപ്പർ ആയിട്ടുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റും. ഒരു ചോദ്യം കൂടി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കൺക്ലൂഡിംഗ് റിമാർക്ക് പറയാനെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ സാർ. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്ഡ് ഇൻഡെക്സ് അനുസരിച്ച് കേരളത്തിന് ഈ ഇടയ്ക്ക് 13ാമത്തെ പൊസിഷനിൽ എത്തിയതായി അറിയിച്ചിട്ടുണ്ട്. കേരളം ഒഴിച്ചു നിർത്തി ബാക്കി സംസ്ഥാനങ്ങളെ പരിഗണിച്ചുള്ള റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 56ാമത്തെ പൊസിഷൻ മാത്രമാണ് ഉള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കിയത് UN തന്നെയാണോ? ഈ വാർത്ത വന്നതിന് ശേഷം പലതരത്തിലുള്ള വിമർശനങ്ങളും അഭിനന്ദന പ്രവാഹങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇൻഡെക്സിലുള്ള വസ്തുത വ്യക്തമാക്കാമോ? Again, unfortunately, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളൂ ഇതല്ല. അത് ആ സമയത്ത് അത് കണ്ടിരുന്നു എന്നുള്ളതല്ലാതെ ഏത് ഏജൻസിയാണത് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ UN ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് രാജ്യങ്ങളാണ് അതിൽ റിപ്പോർട്ടായിട്ട് വരാറ്. ഓരോ സംസ്ഥാനങ്ങളെ എടുക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടാകും. അല്ലാതെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും മറ്റു രാജ്യങ്ങളുമായിട്ട് അങ്ങനെ ഒരു ഇത് സാധാരണ ഇതിൽ വരാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ പറയാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എൻ്റെ അടുത്തില്ല. Okay, thank you, sir. Sir, shall we end up the session, sir? Yes, thank you. It's a mind-blowing session, sir. Thank you so much. Now it's time for Now I invite Mr. Dennis Matthew, Students' Council representative, to deliver the vote of thanks. Good evening all. Respected Chief Guest Dr. Murali Tumaripudi sir, respected Principal Dr. Jojo K. Joseph sir, Program Coordinator PG Department of Chemistry Professor T.K. Thomas sir, beloved teachers of this department and faculties of this college, and all the participants of the webinar. When we are planning to conduct a webinar, we have gone through several topics. Finally, we reach a topic, crisis management, which is very relevant because being the students, we have the commitment to the family as well as to the society that we should ensure each and every one of us should have a knowledge about how to manage a crisis situation like this. It's a great honor for me to propose vote of thanks to all who have helped us to make this webinar such a resounding success. First of all, I would like to propose my sincere gratitude to our Chief Guest, Dr. Murali sir, for gracing today's webinar by his presence. Thank you, sir. Thank you for your valuable and thought-provoking address. I would like to thank our principal, Dr. Jojo K. Joseph sir, for his presence and support in this webinar. I would also like to thank the program coordinator, PG Department of Chemistry, Professor T.K. Thomas, and Dr. Ansima Thomas, head of the Department of Chemistry, for their moral support. I'm happy to express the word of thanks to our beloved teachers and faculty members who have made this webinar a grand success. Next, I would like to thank the IQC cell of our college and our technical team for providing a platform for hosting this webinar. I would also like to thank the students of our department, all the team leaders and the coordinators for their hard work to make this webinar a great success. Finally, the wonderful students and other participants who have turned up to such a great number, not only from different colleges, but also from other fields. Thank you so much for your cooperation and support, making this webinar a grand success. Once again, I thank you all for your coordinated cooperation. Thank you. Bye-bye. Thank you, Dennis. The session is over. Thank you, one and all, for your physical and mental presence. Thank you.